ഗുഡ് മോർണിംഗ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലത്തെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചാപ്റ്ററിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു? ടെക്നിക്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. നമ്മുടെ കമ്പനിയിൽ ഒപ്റ്റിമം ഇൻവെൻട്രിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്കറിയാം. അങ്ങനെ നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഒന്നാമത്തെ ടെക്നിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടെക്നിക്കുമാണ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ EOQ. അതെന്നതിൻ്റെ മീനിങ് ഒക്കെ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ അസംഷനും ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. EOQ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? നമുക്ക് ഏറ്റവും എക്കണോമിക്കലായിട്ട് ഏറ്റവും ലാഭകരമായിട്ട് അറ്റ് എ ടൈം ഓർഡർ ചെയ്യാൻ പറ്റാവുന്ന ക്വാണ്ടിറ്റി. സപ്പോസ് ഇപ്പോൾ നമുക്ക് കിട്ടിയ EOQ 50 ആണെങ്കിൽ ആ 50 യൂണിറ്റ് ആണ് നമ്മൾ അറ്റ് എ ടൈം ഓർഡർ ചെയ്യണമെന്ന് വെച്ചാൽ അത് നമുക്ക് ഏറ്റവും ലാഭകരമായിരിക്കും. 50 കൂടിയാലും നഷ്ടം ഉണ്ടാവും, കുറഞ്ഞാലും നഷ്ടം ഉണ്ടാവും. അതായത് 50 കൂടിയാൽ നമുക്ക് എക്സസ് ആയിരിക്കും, കുറഞ്ഞാലും നമുക്ക് ഡെഫിസിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ 50 ആണ് നമ്മൾ EOQൻ്റെ ഇക്വേഷനൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ 50 കിട്ടിയാൽ നമ്മൾ സേഫ് ആണ്. നമുക്ക് അതാണ് ഏറ്റവും ലാഭകരം. ആ 50 എപ്പോഴാണോ 0 ആവുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത 50 ഓർഡർ ചെയ്യും. അത് 0 ആകുമ്പോൾ അടുത്ത 50 ഓർഡർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ EOQ ടെക്നിക്കാണ് ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ ഇൻവെൻട്രീസ് പർച്ചേസ് ചെയ്യാം. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ നമുക്ക് നോക്കാം. ഈ EOQ കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് 4 മെത്തേഡ്സ് ഫോളോ ചെയ്യാം. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സപ്പോസ് നമ്മുടെ EOQ 50 ആണെങ്കിൽ ആ 50 യൂണിറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 4 മെത്തേഡ്സ് ഫോളോ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ആൽജബ്രിക് മെത്തേഡ് ഓർ മാത്തമെറ്റിക്കൽ മെത്തേഡ്. ഒരു മാത്തമെറ്റിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ് ഒന്നാമത്തെ മെത്തേഡായിട്ട് പറയുന്നത് ആൽജബ്രിക് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഈസ് ഗ്രാഫിക്കൽ മെത്തേഡ്. നമുക്ക് ഈ മാത്തമെറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? EOQ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫ് വരച്ചിട്ട് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ ടാബുലർ മെത്തേഡ്, ഒരു ടേബിൾ വരച്ചിട്ട് നമുക്ക് EOQ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ നാലാമത്തെ മെത്തേഡാണ് കോസ്റ്റ് കമ്പാരിസൺ മെത്തേഡ്. നമുക്ക് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയിട്ടും EOQ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ 4 മെത്തേഡിൽ കൂടിയാണ് നമുക്ക് EOQ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. അതിൽ ഒന്നാമത്തെ മെത്തേഡ് മാത്രമാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുള്ളൂ. ഇക്വേഷൻ √2CO ഡിവൈഡഡ് ബൈ I ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ ഒന്നാമത്തെ മെത്തേഡ് മാത്രം പഠിച്ചിട്ടുള്ളൂ. ബാക്കി 3 മെത്തേഡും ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ മെത്തേഡായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽജബ്രിക് മെത്തേഡ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതിൻ്റെതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഫോർമുല മെത്തേഡ്, ഫോർമുല വെച്ചിട്ട് EOQ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ദ പർച്ചേസ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ ഡസ് നോട്ട് ഫ്ലക്ച്വേറ്റ് ഫ്രം വൺ ഓർഡർ സൈസ് ടു അനദർ. നമ്മൾ അസംഷനിൽ ഓൾറെഡി കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് പർച്ചേസ് പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണമെന്ന്. അത് തന്നെയാണ് നമുക്ക് നമ്മുടെ പർച്ചേസ് പ്രൈസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല മെത്തേഡ് അല്ലെങ്കിൽ ആൽജബ്രിക് മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ദ പർച്ചേസ് പ്രൈസ് ഓഫ് മെറ്റീരിയൽസ് ഡസ് നോട്ട് ഫ്ലക്ച്വേറ്റ് ഫ്രം വൺ ഓർഡർ സൈസ് ടു അനദർ ഓർഡർ സൈസ്. നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഓർഡർ സൈസിലും മേടിക്കുമ്പോൾ എപ്പോഴും വേണമെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്താലും നമുക്ക് വരുന്ന പർച്ചേസ് പ്രൈസ് സെയിം ആയാൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിൽ EOQ ഈക്വൽ ടു ഇക്വേഷനാണ് EOQ is equal to √2CO ഡിവൈഡഡ് ബൈ I. ഈ നമ്മുടെ EOQൻ്റെ ഇക്വേഷനാണ് √2CO ഡിവൈഡഡ് ബൈ I. അതിൽ C is equal to ആനുവൽ കൺസപ്ഷൻ ഓർ യൂസേജ് ഓഫ് മെറ്റീരിയൽ. C എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കൊല്ലം എത്ര യൂണിറ്റിൻ്റെ ആവശ്യമുണ്ട്. ഒരു കൊല്ലം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആനുവൽ റിക്വയർമെൻ്റ് ആണ്. അതിൻ്റെ നോട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. C is equal to ആനുവൽ റിക്വയർമെൻറ്റ്. നമുക്കൊരു വർഷം മുഴുവൻ പ്രൊഡക്ഷൻ നടത്താനായിട്ട് എത്ര യൂണിറ്റിൻ്റെ ആവശ്യമുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് C. O മീൻസ് കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻഡ് ഓർഡർ. നമ്മൾ നേരത്തെ പഠിച്ച 2 കോസ്റ്റിൽ ഓർഡറിങ് കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് O എന്ന് പറയുന്നത്. I മീൻസ് ഇൻ ആനുവൽ ക്യാരിയിങ് ഓർ സ്റ്റോറേജ് കോസ്റ്റ് പെർ യൂണിറ്റ്. നമ്മൾ നേരത്തെ പഠിച്ച ക്യാരിയിങ് കോസ്റ്റ്. അപ്പോൾ 3 ടേംസാണ് ഇക്വേഷനിൽ വരുന്നുള്ളൂ. C എന്ന് പറയുകയാണെങ്കിൽ ആനുവൽ റിക്വയർമെൻറ്റ്, O എന്ന് പറയുകയാണെങ്കിൽ ഓർഡറിങ് കോസ്റ്റ്, I എന്ന് പറയുകയാണെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? EOQ കിട്ടും.
അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഇയോക്കുവിൻ്റെ ഇക്വേഷനിലെ √2c ഡിവൈഡ് ബൈ ഐയിലെയും കുറച്ച് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് വൺ ഈസ് റിലേറ്റഡ് ടു സി എന്ന് പറഞ്ഞാൽ എന്താണ്? ആനുവൽ റിക്വയർമെൻറ്റ്. ഞാൻ നോട്ട് വായിക്കാം. ഒന്നാമത്തത്, ഇഫ് ഇൻ ദ ക്വസ്റ്റ്യൻ റിക്വയർമെൻറ്റ്സ് ഓഫ് മെറ്റീരിയൽ ഈസ് ഗിവൺ വീക്ക്ലി, മന്ത്ലി ഓർ ഹാഫ് ഇയർലി, ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു ആനുവൽ റിക്വയർമെൻറ്റ്സ്. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി എന്ന് പറയുകയാണെങ്കിൽ വെറും റിക്വയർമെൻറ്റ് എന്നല്ല പറയുന്നത്, ആനുവൽ റിക്വയർമെൻറ്റ്. ഒരു കൊല്ലത്തേക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ പ്രൊഡക്ഷൻ നടത്താനായിട്ട് നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഒരു മാസത്തേക്കുള്ളതാവും തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളതാവും തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഹാഫ് ഇയറിലേക്കുള്ളതായിരിക്കും തന്നിട്ടുണ്ടാവുക. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സപ്പോസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു മാസത്തെ തന്നെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതൊരു കൊല്ലത്തേക്കായില്ലേ? ഒരു കൊല്ലത്തിൽ 12 മാസമാണുള്ളത്. അപ്പോൾ നമുക്ക് സപ്പോസ് ഒരു മാസം നമുക്ക് 100 യൂണിറ്റാണ് റിക്വയർമെൻറ്റ് തന്നിരിക്കുന്നു. അപ്പോൾ ഇയോക്ക് കാണുമ്പോൾ എന്തിലേക്ക് മാറ്റണം? ആനുവലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 100 ഇൻറ്റു എത്ര മാസമാണ് ഒരു കൊല്ലത്തിലുള്ളത്? 12. അപ്പോൾ 100 ഇൻറ്റു 12 നമ്മൾ സി. അപ്പോൾ നമുക്ക് എത്രയായിട്ട് മാറി? 1200 ആയിട്ട് മാറി. അപ്പോൾ അതാണ് പറയുന്നത്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആനുവൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ആനുവലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ചിലപ്പോൾ വീക്കിലി തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ തന്നിട്ടുള്ള യൂണിറ്റിനെ ഇൻറ്റു 52. ഒരു കൊല്ലത്തിൽ 52 ആഴ്ചയിലല്ലേ? അപ്പോൾ ഇൻറ്റു 52 ചെയ്യാം. ചിലപ്പോൾ ഹാഫ് ഇയർലി ആയിട്ടാവും തന്നിട്ടുണ്ടാവും. അര കൊല്ലത്തേക്ക് ഇത്ര. അപ്പോൾ ഒരു കൊല്ലത്തെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2. 2 അരയല്ല, 2 ഹാഫ് ഇയറിൽ ചേർന്നാലാണ് ഒരു 1 ഇയർ ആവുക. അപ്പോൾ അതിനെന്ത് ചെയ്യുക? ഇൻറ്റു 2 ചെയ്യാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള റിക്വയർമെൻറ്റ് ആനുവൽ ആണോ നോക്കുക. ആനുവൽ ആണെങ്കിൽ അതന്നെ എടുത്തെഴുതുക. അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മന്ത്ലി ആണെങ്കിൽ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വീക്ക്ലി ആണെങ്കിൽ 52 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടേ നമുക്ക് സി കണ്ടുപിടിക്കാനായിട്ട് പാടുള്ളൂ. അതാണ് ഒന്നാമത്തെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് വരുന്നത്. സെക്കൻഡ് വൺ, ഇഫ് ദ ക്യാരിയിങ് കോസ്റ്റ് ഈസ് ഗിവൺ ഇൻ പെർസെൻറ്റേജ്, ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ പെർസെൻറ്റേജ് വിത്ത് പർച്ചേസ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ്. അതായത് സാധാരണ കേസിലൊക്കെ നമ്മുടെ അത് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ക്യാരിയിങ് കോസ്റ്റ് സാധാരണ പെർസെൻറ്റേജ് ആയിട്ടാവും തരും. അതായത് ഇത്ര പെർസെൻറ്റേജ്, 10% അല്ലെങ്കിൽ 5% തരും. അപ്പം നമുക്ക് എന്തിൻ്റെ മുകളിലാണ് പെർസെൻറ്റേജ് കാണുന്നത് വെച്ചാൽ, ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ പെർസെൻറ്റേജ് വിത്ത് പർച്ചേസ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പർച്ചേസ് പ്രൈസ് തന്നിട്ടുണ്ടാകും. ആ മെറ്റീരിയലിൻ്റെ പർച്ചേസ് പ്രൈസ് ഇത്ര രൂപ എന്ന് തന്നിട്ടുണ്ടാകും. അതിൻ്റെ മുകളിൽ ഈ പെർസെൻറ്റേജ് കാണണം. ഓക്കെ, സാധാരണ ക്യാരിയിങ് കോസ്റ്റ് പെർസെൻറ്റേജ് ആയിട്ടാവും തന്നിട്ടുണ്ടാവുക. അങ്ങനെ പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നതെന്ന് വെച്ചാൽ ആ പെർസെൻറ്റേജ് കാണേണ്ടത് ഏതിൻ്റെ മുകളിലാണ്? നമ്മുടെ പർച്ചേസ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലാണ് ഈ ഗിവൺ പെർസെൻറ്റേജ് കാണുന്നത്. സപ്പോസ് നമുക്ക് പെർസെൻറ്റേജ് 5% തന്നിരിക്കുന്നു. ദെൻ നമ്മുടെ പർച്ചേസ് പ്രൈസ് 10 രൂപ എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ കാണാനായിട്ട് എന്ത് ചെയ്യണം? ഈ 10 രൂപയുടെ മുകളിൽ 5% കണ്ട് അതിൻ്റെ ആൻസറാണ് നമ്മൾ എന്തായിട്ട് എഴുതേണ്ടത്? ആയിട്ട് എഴുതേണ്ടത്. ഈ രണ്ടാണ് നമ്മൾ ആ പ്രോബ്ലം ആ ഇക്വേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇക്വേഷൻ നമുക്ക് എന്താണെന്നറിയാം, √2co ഡിവൈഡഡ് ബൈ ഐ. അതിൽ സി എന്ന് പറയുമ്പോൾ ആനുവൽ കൺസെപ്ഷൻ ആണ്. ചില ക്വസ്റ്റ്യൻ്റെ ആനുവൽ കൺസെപ്ഷനായിട്ട് തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അത് മന്ത്ലി ആയിട്ടാവും തന്നിട്ടുണ്ടാവുക. അപ്പോൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ചിലപ്പോൾ അത് വീക്ക്ലി ആയിട്ടാവും തന്നിട്ടുണ്ടാവുക. അപ്പോൾ 52 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ചിലപ്പോൾ അത് ഹാഫ് ഇയർലി ആയിട്ടാവും തന്നിട്ടുണ്ടാവുക. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ഓ മീൻസ് ഓർഡറിങ് കോസ്റ്റ്. അത് നേരിട്ടിട്ട് തന്നിട്ടോ വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനൊന്നും അതിൽ ഉണ്ടാവാറില്ല. തേർഡ് വൺ ഈസ് ഐ മീൻസ് ക്യാരിയിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് നോർമലി പെർസെൻറ്റേജ് ആയിട്ടാണ് തരിക. ആ പെർസെൻറ്റേജ് ആയിട്ട് നേരിട്ടിടാനായിട്ട് പാടില്ല. നമ്മളിത് ചെയ്യണം? പർച്ചേസ് പ്രൈസ് ഓഫ് മെറ്റീരിയലിൻ്റെ മുകളിൽ ഈ ഗിവൺ പെർസെൻറ്റേജ് കണ്ടിട്ട് ആ എമൗണ്ട് ആണ് നമ്മൾ ഐ ആയിട്ട് എഴുതുന്നത്. അല്ലാണ്ട് നേരിട്ടിട്ട് നമ്മൾ പെർസെൻറ്റേജ് എഴുതാനായിട്ട് പാടില്ല. ആ പെർസെൻറ്റേജ് ഇൻറ്റു പർച്ചേസ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ ഈ പെർസെൻറ്റേജ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആൻസറാണ് നമ്മൾ ഇക്വേഷനിൽ എന്തായിട്ട് എഴുതേണ്ടത്? ഐ ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തത് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ആദ്യം നമ്മൾ ഇയോക്യു കണ്ടുപിടിച്ചു. അടുത്ത നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ.
അതായത് EOQ നമ്മൾ എന്താ കണ്ടുപിടിക്കുക, സപ്പോസ് നമുക്ക് ഈ ഇക്വേഷനൊക്കെ ചെയ്തിട്ട് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 1000 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ഒരു തവണ ഓർഡർ ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് ഓർഡർ ചെയ്യും, 1000 യൂണിറ്റ് ഓർഡർ ചെയ്യും. ഈ 1000 യൂണിറ്റ് എപ്പോൾ 0 ആവുമോ അപ്പോൾ നമ്മൾ അടുത്ത 1000 ഓർഡർ ചെയ്യും. അത് കഴിയുമ്പോൾ അടുത്ത 1000. അതാണ് EOQ എന്ന് പറയുന്നത്. അറ്റ് എ ടൈം നമ്മൾ എത്ര യൂണിറ്റ് ഓർഡർ ചെയ്യും എന്ന് കണ്ടുപിടിക്കാനാണ് ഏത് ഇക്വേഷൻ ഉപയോഗിച്ചത്, EOQ ഉപയോഗിച്ചത്. നേരത്തെ നമ്മൾ ഒരു കണ്ടുപിടിക്കൽ ഇതെന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ. ഒരു കൊല്ലത്തിൽ ഇതുപോലെ എത്ര ഓർഡറുകൾ നമ്മൾ പ്ലേസ് ചെയ്യണം, എത്ര ആയിരങ്ങൾ നമ്മൾ പ്ലേസ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കണം. അതായത് അറ്റ് എ ടൈം നമ്മൾ 1000 യൂണിറ്റ് ഓർഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എത്ര തവണ ഓർഡർ ചെയ്താലാണ് നമുക്ക് ഒരു കൊല്ലം കഴിയാനായിട്ട് പറ്റുക. അതിനുള്ള ഇക്വേഷനാണ് ആനുവൽ റിക്വയർമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ EOQ. നമ്മുടെ ആനുവൽ റിക്വയർമെൻറ്റിനെ EOQ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമ്മൾ ഒരു കൊല്ലത്തിൽ എത്ര EOQകൾ ഓർഡർ ചെയ്യുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്താണ് ഇക്വേഷൻ, ആനുവൽ റിക്വയർമെൻറ്റ് ഡിവൈഡഡ് ബൈ EOQ. സപ്പോസ് ഇപ്പോൾ നമ്മുടെ ആനുവൽ റിക്വയർമെൻറ്റ് 10,000 ആണെങ്കിൽ, നേരത്തെ പറഞ്ഞത് ഞാൻ 1000 ആണെങ്കിൽ 10,000 ഡിവൈഡഡ് ബൈ 1000, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 10 കിട്ടും. അതായത് ഒരു കൊല്ലത്തിൽ ഞാൻ 10 തവണ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യും, 1000ൻ്റെ 10 ഓർഡറുകൾ ഞാൻ പ്ലേസ് ചെയ്യും എന്നാണ് ഈ ഇക്വേഷനിൽ കണ്ടുപിടിച്ചത്. അതാണ് നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ, ആനുവൽ റിക്വയർമെൻറ്റ് ഡിവൈഡഡ് ബൈ EOQ. എന്താണ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം ഓർഡർ ഇൻ്റർവെൽ. ഓർഡർ ഇൻ്റർവെൽ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ ഞാൻ എത്ര ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട്, ഒരു കൊല്ലത്തിൽ 10 ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട്. ആ ഒന്നാമത്തെ ഓർഡറും രണ്ടാമത്തെ ഓർഡറും തമ്മിലുള്ള ഗ്യാപ്പ്, അതായത് ഒരു 1000ത്തിൻ്റെ യൂണിറ്റ് മേടിച്ചാൽ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത 1000 പ്ലേസ് ചെയ്യുന്നത്. നേരത്തെ എന്താ കണ്ടുപിടിച്ചത്, ഒരു കൊല്ലത്തിൽ മൊത്തം എത്ര 1000ത്തിൻ്റെ ഓർഡറുകൾ പ്ലേസ് ചെയ്യണം, അതാണ് നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ 10 ഓർഡറുകൾ പ്ലേസ് ചെയ്യുമെന്ന് കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ 10 ഓർഡറുകൾ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു ഓർഡറും മറ്റേ ഓർഡറും തമ്മിലുള്ള ഗ്യാപ്പ്, അതായത് ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇനി പറയാൻ പോണത്. ദാറ്റ് ഈസ് ഓർഡർ ഇൻ്റർവെൽ. ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും തമ്മിലുള്ള ഇൻ്റർവെൽ, സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും തമ്മിലുള്ള ഇൻ്റർവെൽ, അതാണ് കണ്ടുപിടിക്കുന്നത്. 12 or 365 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ. ഒന്നല്ലെങ്കിൽ 12 ഉപയോഗിക്കാം, അല്ലെങ്കിൽ 365 ഉപയോഗിക്കാം. 12 ഉപയോഗിച്ചാൽ നമുക്ക് ഇൻ മന്ത്സിൽ കിട്ടും, 365 ഉപയോഗിച്ചാൽ ഇൻ ഡേയ്സിൽ കിട്ടും. അപ്പോൾ 12 or 365 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ. നമ്പർ ഓഫ് ഓർഡേഴ്സ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു, അത് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഓർഡർ ഇൻ്റർവെൽ കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ് ഇക്വേഷൻ, 12 or 365 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ. നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ നമുക്ക് എത്രയാണ് നമ്പർ ഓഫ് ഓർഡേഴ്സ് കിട്ടിയ, 10 അല്ല കിട്ടിയ, അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നതാണ് ഇൻ മന്ത്സ്, അല്ലെങ്കിൽ 365 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും, അത് ഡേയ്സിലായിരിക്കും. അപ്പോൾ സപ്പോസ് നമുക്ക് കിട്ടിയ ഓർഡർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 36 ഡേയ്സ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് 36 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യുക. അവിടെ നിന്ന് 36 ദിവസം കഴിഞ്ഞിട്ട് തേർഡ് ഓർഡർ പ്ലേസ് ചെയ്യും. അങ്ങനെ പൊക്കോളും. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 12 or 365 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ നമ്മൾ EOQയിൽ മെയിനായിട്ട് 3 ഇക്വേഷൻ പഠിക്കണം. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ 3 നമ്മൾ കണ്ടുവച്ചോ, കുഴപ്പമില്ല. ആദ്യം നമ്മൾ EOQ കണ്ടുപിടിക്കുക, √2CO ഡിവൈഡഡ് ബൈ I. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ കണ്ടുപിടിക്കണം, ദാറ്റ് ഈസ് ആനുവൽ റിക്വയർമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ EOQ. ദെൻ ഓർഡർ ഇൻ്റർവെൽ കണ്ടുപിടിക്കണം, അതായത് 12 or 365 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ. ഞാൻ നേരത്തെ പറഞ്ഞ 3 കൂടെ കണ്ടുവച്ചോ, കുഴപ്പമില്ല. അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങളാണ് ഇത് 3. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ആനുവൽ കൺസപ്ഷൻ 10,000 യൂണിറ്റ്സ്. Cost of placing an order ₹50. Cost per unit of material ₹2. Storage cost 8% on average inventory. Calculate EOQ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ ആനുവൽ കൺസപ്ഷൻ തന്നിട്ടുണ്ട്, നമുക്കറിയാൻ ആവശ്യമുള്ളതാണ്. ദെൻ കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻഡ് ഓർഡർ, അതെന്താണ്, ഓർഡറിങ് കോസ്റ്റ് O. ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ ₹2, അതിപ്പോഴല്ല ആവശ്യം. ദെൻ സ്റ്റോറേജ് കോസ്റ്റ്, അതായത് സ്റ്റോറേജ് കോസ്റ്റ് തന്നെയാണ് എന്ത് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ്. അത് എത്രയാണ് തന്നിരിക്കുന്നത്, പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നിരിക്കുന്നത്, 8%. ഞാൻ നേരത്തെ ആ നോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നെന്ന് വെച്ചാൽ എന്തിൻ്റെ മുകളിൽ പെർസെൻറ്റേജ് കാണണം,
പർച്ചേസ് പ്രൈസിന് മുകളിൽ പെർസെൻറ്റേജ് കാണണം. ആ പർച്ചേസ് പ്രൈസ് തന്നെയാണ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ എന്ന രീതിയിൽ വേറൊരു പേരിൽ പറഞ്ഞിരിക്കുന്നത്. പർച്ചേസ് പ്രൈസ് ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ്, ആ കോസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ പർച്ചേസ് പ്രൈസ് 2 രൂപ. അപ്പം നമ്മൾ ക്യാരിയിങ് കോസ്റ്റ്, അതായത് ഐ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ 2 റുപ്പീസിൻ്റെ മുകളിൽ 8% കണ്ടാൽ നമുക്ക് ഐ കിട്ടും. അപ്പോൾ ആദ്യം നിങ്ങൾ ഇക്വേഷൻ എഴുതാം. ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടില്ല, എനിക്ക് ആ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ റൂട്ട് എഴുതാൻ ശരിയാവണില്ല. അപ്പം നിങ്ങൾ ആദ്യം ഇക്വേഷൻ എഴുതിക്കോളൂ കേട്ടോ. EOQ is equal to √2CO divided by I. ഇനി നമുക്ക് ഓരോന്നോരോന്ന് കണ്ടുപിടിക്കാം. C എത്രയാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, 10,000. ദെൻ കോസ്റ്റ് ഓഫ് ഓർഡറിംഗ് കോസ്റ്റ്, അടുത്ത ഓയിൽ വേണ്ട, ഓയിൽ is equal to നേരിട്ട് തന്നിട്ടുണ്ട് 50. അടുത്ത ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഐ തന്നിരിക്കുന്നത് സ്റ്റോറേജ് കോസ്റ്റ് പെർസെൻറ്റേജിലാണ് 8%. എന്തിൻ്റെ മുകളിൽ 8% കാണണം? പർച്ചേസ് പ്രൈസിൻ്റെ മുകളിൽ 8% കാണണം. പർച്ചേസ് പ്രൈസ് എന്നല്ല തന്നിരിക്കുന്നത്, കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽസ് തന്നിരിക്കുന്നത്. അത് തന്നെയാണ് പർച്ചേസ് പ്രൈസ്. അത് എത്ര രൂപയാണ്? 2 rupees. അപ്പോൾ 2 × 8%, 2ൻ്റെ 8% കാണുക. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 0.16 കിട്ടും. എന്നാൽ നമ്മൾ ഇക്വേഷനിൽ എഴുതാം EOQ is equal to, ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ടിന് എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണില്ല. അപ്പോൾ എല്ലാവരും റൂട്ട് എഴുതിക്കോട്ടെ. ഞാൻ വിട്ടുപോയതല്ല, ഞാൻ പിന്നെയും പറയണു വിട്ടുപോയതല്ല, അതെനിക്ക് ഡ്രോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ റൂട്ട് നമ്മൾ എഴുതിയിട്ട് എൻ്റെ റൂട്ടിൻ്റെ ഉള്ളായിട്ട് എഴുതുന്നത്. ആ റൂട്ട് എല്ലാത്തിനും അപ്ലിക്കബിൾ ആണ് കേട്ടോ, മൊത്തമാണ്. ഡിവൈഡഡ് ബൈ 0.16നും, അതായത് ഡിവൈഡഡ് ബൈ ഐക്കും ഈ റൂട്ട് ബാധകമാണ്. അതായത് എല്ലാതും ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ എന്ത് കാണേണ്ടത്? റൂട്ട് കാണേണ്ടത്. അപ്പോൾ 2000 × 2 × സി എത്രയാണ്? 10,000 × ഐ 50 ഡിവൈഡഡ് ബൈ ഐ എത്ര നമ്മൾ കണ്ടുപിടിച്ചു? 0.16 കണ്ടുപിടിച്ചു. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവസാനം എന്ത് കാണാം? റൂട്ട് കാണാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2500 കിട്ടും. അതാണ് നമ്മുടെ EOQ. അതിൻ്റെ അർത്ഥം എന്താണ്? അറ്റ് എ ടൈം ഞാൻ എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യും? 2500 യൂണിറ്റ് നമ്മൾ ഒരു തവണ നമ്മൾ ഓർഡർ ചെയ്യും. ദെൻ ഈ 2500 കഴിയുമ്പോഴാണ് ഞാൻ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യുള്ളൂ. അതിലും എത്ര ഓർഡർ ചെയ്യും? 2500 തന്നെ ഓർഡർ ചെയ്യും. മനസ്സിലായില്ലേ? ദെൻ ഞാൻ നേരത്തെ പറഞ്ഞാണ്, ബാക്കി 2 കൂടിയും കണ്ടുപിടിച്ചില്ല. നമ്പർ ഓഫ് ഓർഡേഴ്സ്, ഒരു കൊല്ലം ഇതുപോലെ എത്ര 2500 ഓർഡർ ചെയ്യണം? എന്താണ് ഇക്വേഷൻ? ആനുവൽ കൺസപ്ഷൻ ഡിവൈഡഡ് ബൈ EOQ. ആനുവൽ കൺസപ്ഷൻ എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10,000 ഡിവൈഡഡ് ബൈ EOQ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എത്ര? 2500. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അതായത് ഒരു കൊല്ലം ഞാൻ 2500ൻ്റെ 4 ഓർഡറുകൾ പ്ലേസ് ചെയ്യും. അതാണ് എൻ്റെ അർത്ഥം. 2500ൻ്റെ 4 ഓർഡേഴ്സ് പെർ ഇയർ, 4 പ്രാവശ്യം ഞാൻ ഓർഡർ പ്ലേസ് ചെയ്താലാണ് എനിക്ക് ഒരു കൊല്ലത്തെ പ്രൊഡക്ഷനിൽ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്പർ ഓഫ് ഓർഡേഴ്സ്, 4 ഓർഡേഴ്സ് പെർ ഇയർ. ഇനി അടുത്തത് എന്താണ്? ഒരെണ്ണോടെയും കണ്ടുപിടിക്കാണ്ട് ഓർഡർ ഇൻ്റർവെല്ലും കൂടിയും കണ്ടുപിടിക്കാണ്ട്. അതിന് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം നേരത്തെ പഠിച്ചു. 12 or 365 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? 12 നമ്മൾ മാസത്തിൽ കണ്ടുപിടിക്കാം. നമുക്ക് മന്ത് ആണെങ്കിൽ മന്ത്, ഡേയ്സ് ആണെങ്കിൽ ഡേയ്സ്, അത് ഏതായാലും കുഴപ്പമില്ല. ഞാൻ 12 ഇട്ടു എന്നുള്ള 12 ഡിവൈഡഡ് ബൈ 4. അപ്പം നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. 3 months. അതായത് ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 മാസമാണ്. ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ 3 months കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 കണ്ടുപിടിച്ചു. ഫസ്റ്റ് കണ്ടുപിടിച്ചത് EOQ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 2500 കിട്ടി. അതായത് അറ്റ് എ ടൈം ഞാൻ 2500 യൂണിറ്റ്സ് ആണ് ഞാൻ ഓർഡർ ചെയ്യുക. അതിൽ തന്നെ ഒരു കൊല്ലം ഞാൻ എത്ര ഓർഡർ പ്ലേസ് ചെയ്യും? 4 ഓർഡേഴ്സ് പ്ലേസ് ചെയ്യും. ദെൻ ഓർഡറുകൾ തമ്മിലുള്ള ഇൻ്റർവൽ അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 മാസമാണ്. ഈ 3 കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞോണം EOQ മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളൂ എന്ന് വെച്ചാലും ബാക്കി 2 കൂടിയും കണ്ടുപിടിച്ചിട്ടുള്ളൂ കേട്ടോ. അടുത്ത പ്രോബ്ലം അതേ പാറ്റേണിലുള്ള വേറൊരു ക്വസ്റ്റ്യനും കൂടി. ആനുവൽ കൺസപ്ഷൻ 6400 യൂണിറ്റ്, കോസ്റ്റ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് 75, കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ 6, സ്റ്റോറേജ് കോസ്റ്റ് 25% ഓൺ ആവറേജ് ഇൻവെൻട്രി. കാൽക്കുലേറ്റ് EOQ. നേരത്തെ അതേ പാറ്റേൺ ഒരു വ്യത്യാസമില്ല. നമുക്ക് വേഗം ആൻസറിലേക്ക് പോവാം. ആദ്യം നിങ്ങൾ ഇക്വേഷൻ എടുത്ത് എഴുതാം. EOQ is equal to √2CO divided by I. അതെടുത്ത് എഴുതിയിട്ട് പിന്നെ ഓരോ ടേംസ് എഴുതാം. C എന്ന് പറഞ്ഞാൽ ആനുവൽ കൺസപ്ഷൻ എത്രയാണ്? 6400. O എന്ന് പറയുകയാണെങ്കിൽ ഓർഡറിംഗ് കോസ്റ്റ്, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഓർഡറിംഗ് കോസ്റ്റ്. പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ പർച്ചേസ് അല്ലെങ്കിൽ ഓർഡർ, അത് തന്നെയാണ് നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാലും അതെന്തായിട്ട് എടുക്കണം? ഓർഡറിംഗ് കോസ്റ്റ് ആയിട്ട് എടുക്കണം. ദാറ്റ് ഈസ് 75.
ദെൻ ഐ എത്രയാണ്? സ്റ്റോറേജ് കോസ്റ്റ് 25% ആണ് തന്നിരിക്കുന്നത്. പെർസെൻറ്റേജ് ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ പെർസെൻറ്റേജ് കാണണം, പർച്ചേസ് പ്രൈസിൻ്റെ മുകളിൽ പെർസെൻറ്റേജ് കാണണം. ഇവിടെ പർച്ചേസ് പ്രൈസ് എന്നല്ല, കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ തന്നിരിക്കുന്നത്. അത് തന്നെയാണ് പർച്ചേസ് പ്രൈസ്. അത് എത്ര രൂപയാണ്? 6 rupees. അപ്പോൾ 6ൻ്റെ 25% കാണണം. അത് എത്രയായിരിക്കും? 1.5. അപ്പം നമുക്ക് ഇക്വേഷനിലേക്ക് ആവശ്യം വരുന്ന 3 ടേംസും കിട്ടി. നമ്മൾ ഇക്വേഷനിൽ എഴുതാം EOQ = റൂട്ട് ഓഫ് എഴുതണട്ടാ, ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതണം. റൂട്ട് ഓഫ് 2 ഇൻറ്റു സി എന്ന് പറയുന്നത് 6400 ഇൻറ്റു ഒ എന്ന് പറയുന്നത് 75 ഡിവൈഡഡ് ബൈ ഐ എത്ര കണ്ടുപിടിച്ചു? 1.5. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? ഞാൻ നേരത്തെ പറഞ്ഞോണം, എല്ലാതും ചെയ്ത് കഴിഞ്ഞ്, അതായത് 2 ഇൻറ്റു 6400 ഇൻറ്റു 75 ഡിവൈഡഡ് ബൈ 1.5 ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആൻസറിൻ്റെ റൂട്ട് കാണാം. That is equal to 800 units. അതിൻ്റെ അർത്ഥം എന്താണ്? അറ്റ് എ ടൈം ഞാൻ എത്ര യൂണിറ്റാണ് ഓർഡർ ചെയ്യുക? 800 യൂണിറ്റ് ആണ് ഓർഡർ ചെയ്യുക. ദെൻ അടുത്തത് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഓർഡേഴ്സ്. ഇതുപോലത്തെ എത്ര 800കൾ ഞാൻ ഓർഡർ ചെയ്യണം? ഇക്വേഷൻ എന്താണ്? ആനുവൽ കൺസപ്ഷൻ ഡിവൈഡഡ് ബൈ EOQ. ആനുവൽ കൺസപ്ഷൻ എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 6400 ഡിവൈഡഡ് ബൈ EOQ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 800. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഓർഡേഴ്സ് പെർ ഇയർ. അതായത് ഒരു കൊല്ലം മുഴുവൻ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ 8 ഓർഡറുകൾ പ്ലേസ് ചെയ്യണം. ഒരു ഓർഡറിൽ 800 യൂണിറ്റ്സും ഉണ്ടാകണം. അപ്പോൾ നമ്മൾ 2 കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ട്ടാ. ഒരു കൊല്ലം ഒരു പ്രൊഡക്ഷൻ നടത്താനായിട്ട് ഞാൻ മൊത്തം 8 ഓർഡറുകൾ പ്ലേസ് ചെയ്യണം. ഓരോ ഓർഡറുകളിലും എത്ര ക്വാണ്ടിറ്റി വീതം ഉണ്ടായിരിക്കണം? 800 യൂണിറ്റ് വീതമാണ് നമ്മൾ ഓരോ ഓർഡറും പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ റൗണ്ട് ചെയ്യാൻ നമുക്ക് ഓർഡറിൻ്റെ റൂളും കാണണം. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ് ഇൻ എ ഇയർ, അതായത് 12 ഡിവൈഡഡ് ബൈ എത്ര നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്? 8 അല്ലേ? 8 ഓർഡേഴ്സ് പെർ ഇയർ അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 മന്ത്സ്. അതായത് 1.5 മാസം അല്ലെങ്കിൽ 45 ഡേയ്സ് കഴിയുമ്പോഴായിരിക്കും ഞാൻ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യുക. ഒരു ഓർഡർ ഇപ്പോൾ ജാനുവരി 1 ഓർഡർ ചെയ്താൽ നമ്മൾ അടുത്ത തന്നെ ഓർഡർ ചെയ്യുക ഫെബ്രുവരി 16 ഞാൻ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനത്തെ 8 ഓർഡറുകൾ നമ്മൾ പ്ലേസ് ചെയ്യണം ഒരു ഓർഡറിൽ 800 യൂണിറ്റ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ 3 കണ്ടുപിടിച്ചു. EOQ കണ്ടുപിടിച്ചു, നമ്പർ ഓഫ് ഓർഡേഴ്സും കണ്ടുപിടിച്ചു, ഓർഡർ ഇൻ്റർവലും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, എളുപ്പമല്ലേ? EOQൻ്റെ ഒരു പ്രോബ്ലം ചെയ്തിട്ട് നിർത്താം. ഞാൻ വേഗം വായിക്കാം. ക്യാരിയിങ് കോസ്റ്റ് 10, ദെൻ ഫിക്സഡ് കോസ്റ്റ് പെർ ഓർഡർ 20, number of units required 2500 per month. Calculate EOQ. ഓക്കെ, നമുക്ക് അന്ന് ഇക്വേഷൻ ചെയ്യുമ്പോൾ ചെയ്യാം. ആദ്യം നമ്മൾ ഇക്വേഷൻ എടുത്ത് എഴുതാം. EOQ = റൂട്ട് ഓഫ് 2CO ഡിവൈഡഡ് ബൈ I. സി എത്രയാണ്? ആനുവൽ കൺസപ്ഷൻ. എത്രയാണ് കൺസപ്ഷൻ പറഞ്ഞേക്കുന്നത്? നമ്പർ ഓഫ് യൂണിറ്റ്സ് റിക്വയർഡ് 2500 പെർ മന്ത്. അതായത് എന്തിനാണ് തന്നിരിക്കുന്നത്? മാസത്തിലാണ് തന്നിരിക്കുന്നത്. ആനുവൽ കൺസപ്ഷൻ അല്ല തന്നിരിക്കുന്നത്. ഒരു മാസം 2500 യൂണിറ്റ് അവർക്ക് ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് മന്തിന് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഇൻറ്റു 12. നേരത്തെ പറഞ്ഞല്ലോ, ഇൻറ്റു 12. അപ്പോൾ 2C = 2500 ഇൻറ്റു 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 30,000. അപ്പോൾ നമ്മുടെ ആനുവൽ റിക്വയർമെൻറ്റ് എത്രയാണ്? 30,000 യൂണിറ്റ് ആണ് നമുക്ക് ഒരു കൊല്ലം വേണ്ടതായിട്ടുണ്ടാവുക. ഒരു മാസത്തേക്ക് 2500 ആണെങ്കിൽ 2500 ഇൻറ്റു 12 നമുക്ക് 30,000 കിട്ടും. ദെൻ അടുത്തെന്താണ്? ഓർഡറിങ് കോസ്റ്റ് നമ്മൾ വേണം. അതാണ് അവിടെ വേറൊരു പേരിലാണ് പറഞ്ഞിരിക്കുന്നത്, ഫിക്സഡ് കോസ്റ്റ് പെർ ഓർഡർ. അതായത് നമുക്ക് ഒരു ഓർഡറിന് വരുന്ന ഫിക്സഡ് കോസ്റ്റ്, അത് തന്നെയാണ് എന്ത്? ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? 20. അടുത്ത എന്താ വേണ്ടത്? ക്യാരിയിങ് കോസ്റ്റ് ആണ് വേണ്ടത്. നേരിട്ട് തന്നിരിക്കുന്നു. ഇവിടെ പെർസെൻറ്റേജ് ആയിട്ടല്ല തന്നിരിക്കുന്നത്, എമൗണ്ട് ആയിട്ട് തന്നെ തന്നിരിക്കുന്നത് 10 രൂപ. അപ്പോൾ അത് അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. പെർസെൻറ്റേജ് ആയിട്ട് തന്നാൽ മാത്രമേ നമ്മൾ പർച്ചേസ് പ്രൈസിൻ്റെ മുകളിൽ ആ ഗിവൺ പെർസെൻറ്റേജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നു. അപ്പോൾ അതൊന്ന് എടുത്ത് എഴുതിയാൽ മതി. I = 10. അപ്പോൾ ഇതിലുള്ള ഒരു പ്രത്യേകത അത് മാത്രമേ ഉള്ളൂ, നമുക്ക് ആനുവൽ റിക്വയർമെൻ്റ് ആയിട്ടല്ല തന്നിരിക്കുന്നത്, മന്ത്ലി റിക്വയർമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ആ മന്ത്ലി റിക്വയർമെൻറ്റിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ആനുവൽ റിക്വയർമെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം ബൈ മൾട്ടിപ്ലൈങ് വിത്ത് 12. 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ കൺവേർട്ട് ചെയ്തു. എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 30,000 ആണ് കണ്ടുപിടിച്ചു. നമുക്ക് ഇക്വേഷൻ എഴുതാം. EOQ = റൂട്ട് ഓഫ് എഴുതണുണ്ടോ? ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതാം. റൂട്ട് ഓഫ് 2 ഇൻറ്റു സി എത്രയാണ്? 30,000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ I എത്രയാണ്? 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 340
346.41 അതാണ് നമുക്ക് ആൻസർ കിട്ടുക. അതായത് അറ്റ് എ ടൈം ഞാൻ എത്ര യൂണിറ്റ് ഓർഡർ ചെയ്യേണ്ടതായിട്ട് വരും? 346 യൂണിറ്റ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലാണ് നമുക്ക് ഒരു കൊല്ലത്തെ ആനുവൽ റിക്വയർമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഓർഡറിലെ 346 യൂണിറ്റ് ഓർഡർ ചെയ്യണം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി അടുത്ത എന്താണ് കണ്ടുപിടിക്കാറുള്ളത്? നമ്മൾ നമ്പർ ഓഫ് ഓർഡേഴ്സ് കണ്ടുപിടിക്കാറുണ്ട്. നമ്പർ ഓഫ് ഓർഡേഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? ആനുവൽ റിക്വയർമെൻറ്റ് ഡിവൈഡഡ് ബൈ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച നമ്മുടെ ഓർഡർ ക്വാണ്ടിറ്റി EOQ, അതായത് 346.41 എത്ര നമുക്ക് കിട്ടും? 86 സംതിങ് കിട്ടും. അപ്പോൾ 86 എഴുതിയാലും മതി. 86 ഡെസിമൽ വരുന്നുണ്ട്, അത് എഴുതിയാലും കുഴപ്പമില്ല, എഴുതിയാലും കുഴപ്പമില്ല. അതാണ് നമ്മുടെ എന്ത് വരിക? ആനുവൽ നമ്പർ ഓഫ് ഓർഡേഴ്സ്. അത്രയ്ക്ക് ഓർഡറുകൾ നമ്മൾ ഒരു കൊല്ലം പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് 30,000 ഡിവൈഡഡ് ബൈ EOQ കിട്ടുമ്പോൾ നമുക്ക് 86 സംതിങ് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 86 ഓർഡേഴ്സ് നമുക്ക് എഴുതാം. അപ്പോൾ ഒരു കൊല്ലത്തിൽ നമ്മൾ 86 ഓർഡറുകൾ പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ഓർഡറിൽ 346 യൂണിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് എന്തുകൂടി കണ്ടുപിടിക്കാറുണ്ട്? ഓർഡർ ഇൻ്റർവെൽ കണ്ടുപിടിക്കാറുണ്ട്. ഞാനിത് കഴിഞ്ഞ 2 പ്രോബ്ലത്തിൽ 12 ഇട്ടു, നിങ്ങൾക്ക് 365 ഇടാം. അതുകൊണ്ട് ഞാൻ 365 ഒന്ന് ഇട്ട് നോക്കിയെന്നുള്ളൂ. 365 ഡിവൈഡഡ് ബൈ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 86 സംതിങ് വയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 365 ഡിവൈഡഡ് ബൈ 86.705 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4.20 കിട്ടും. അതായത് ഓരോ 4 ഡേയ്സ് കഴിയുമ്പോഴും നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ദാറ്റ് ഈസ് 4.21. അതായത് ഓരോ 4 ഡേയ്സ് അല്ലെങ്കിൽ ഓരോ 5 ഡേയ്സ് കഴിയുമ്പോഴേക്കും, 5 ഡേയ്സ് ആക്കാനായിട്ട് പറ്റില്ല, ഓരോ 4 ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഈ 3 ക്വസ്റ്റ്യനും ആൻസർ ആയിട്ട് വരുന്നത്. EOQ കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ഓർഡേഴ്സ് കണ്ടുപിടിക്കുക, ഓർഡർ ഇൻ്റർവൽ കണ്ടുപിടിക്കുക. ലാസ്റ്റത്തെ 2 കണ്ടുപിടിച്ചില്ലെങ്കിലും ആദ്യത്തെ ഒരിക്കലും കണ്ടുപിടിക്കാതിരിക്കാൻ മറക്കരുത്. അതാണ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണയും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണിത്. ഓക്കെ, താങ്ക് യു.